ഓക്കെ, അപ്പൊ നമ്മൾ പാട്ടിലേക്ക് കിടക്കാണ്. ഉഷാറായി പാടണേ. റെഡി? ഒരു മനസ്സായൊന്നു ചേരാം, ഒരു മനസ്സായൊന്നു ചേരാം, കളിക്കൂട്ടം കൂടിയാടാം, കളിക്കൂട്ടം കൂടിയാടാം, സ്നേഹം നന്മ പങ്കുവെച്ച്, സ്നേഹം നന്മ പങ്കുവെച്ച്, നല്ല നാടിൻ മക്കളാവാൻ, നല്ല നാടിൻ മക്കളാവാൻ, ഒരു മനസ്സായൊന്നു ചേരാം. പറയില്ല, ഒരു മനസ്സായൊന്നു ചേരാം, കളിക്കൂട്ടം കൂടിയാടാം, സ്നേഹം നന്മ പങ്കുവെച്ച്, നല്ല നാടിൻ മക്കളാവാൻ, ഒരു മനസ്സായൊന്നു ചേരാം. Ready? 1, 2, 3, start. സ്നേഹം നന്മ പങ്കുവെച്ച്, നല്ല നാടിൻ മക്കളാവാൻ, ഒരു മനസ്സായൊന്നു ചേരാം. പൂക്കളായി ചിരികൾ തൂകാം, കിളികളായി പാറി നടക്കാം, പൂക്കളായി ചിരികൾ തൂകാം, കിളികളായി പാറി നടക്കാം, സ്നേഹം നന്മ പങ്കുവെച്ച്, നല്ല നാടിൻ മക്കളാവാൻ, ഒരു മനസ്സായൊന്നു ചേരാം. നമുക്ക് ഒരുമിച്ച് പാടിക്കാലോ. റെഡി? 1, 2, 3, സ്റ്റാർട്ട്. ഒരു മനസ്സായൊന്നു ചേരാം, കളിക്കൂട്ടം കൂടിയാടാം, സ്നേഹം നന്മ പങ്കുവെച്ച്, നല്ല നാടിൻ മക്കളാവാൻ, ഒരു മനസ്സായൊന്നു ചേരാം, ഒരു മനസ്സായൊന്നു ചേരാം, പൂക്കളായി ചിരികൾ തൂകാം, കിളികളായി പാറി നടക്കാം, സ്നേഹം നന്മ പങ്കുവെച്ചു, നല്ല നാടിൻ മക്കളാവാൻ, ഒരു മനസ്സായൊന്നു ചേരാം. ഇനി നമ്മൾ ഈ പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് ചെയ്യും. എങ്ങനെയാണ് ഡാൻസ്? അപ്പൊ ഞാൻ അടുത്ത വിസിൽ അടിക്കുന്ന സമയത്ത് നിങ്ങൾ 4 പേര് ചേർന്നുള്ള ഒരു ടീമായിട്ട് റൗണ്ട് ആയിട്ട്, എത്ര പേരാണ്? 4 പേര്. ഇങ്ങനെ സെറ്റായി പോയി. ഇത് 2, 2, അത് 2, അത് 2, അപ്പൊ 2 പേരോട് ബാക്കി ഉണ്ടാവും. ഇവിടെ 2, 2, 2, 2, അവിടെ 2 പേര് ബാക്കി ഉണ്ടാവും. അപ്പൊ 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഒരു ഗ്രൂപ്പിൽ വരും. കുഴപ്പമൊന്നുമില്ല? ഇല്ല. ഓക്കെ, ഓക്കെ. അപ്പൊ അടുത്ത വിസിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തായിട്ട് മാറാണ്? ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ടീമായിട്ട് മാറുന്നു. ഓക്കെ, പെട്ടെന്നായിരിക്കും. യെസ്. ഇനി അടുത്ത വിസിറ്റിന് ഈ 4 പേരും ഒരു ടീമായി എഴുതി നിൽക്കുന്നു. വിട്ട് സാമൂഹ്യം പാലിച്ചുകൊണ്ട് നിൽക്കണം. പ്രാക്ടീസിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അവർക്ക് ടീം ഇങ്ങോട്ട് പോയി മാക്സിമം സ്ഥലം ഇങ്ങോട്ട് വന്നോട്ടെ.
ഉടമ്പടി എടുക്കണം. എങ്ങോട്ട് ഓക്കെ, എല്ലാവരും ടീമായോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മനസ്സായി ഒന്ന് ചെയ്യാമെന്ന് പറയുമ്പോ കൈ പിടിച്ചുകൊണ്ട് ഒറ്റ കെട്ടായിട്ട് നിലവിള നമുക്ക് പഠിച്ചു. നിങ്ങൾ രണ്ടില്ലാതെ നിങ്ങൾ രണ്ടില്ലാതെ 6 പേരായിക്കോട്ടെ. നിങ്ങൾ 6 പേര്. ഓക്കെ, ഒരു മനസ്സായി ഒന്ന് ചേരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഒരു ടീമായിട്ട് നിൽക്കണം. അത് ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സാമൂഹ്യ അകലം പാലിക്കാൻ പ്രയാസപ്പെട്ടാവും നമ്മൾ നോക്കണ്ട, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. ഒരു മനസ്സായി ഒന്ന് ചേരാമെന്ന് പറയുമ്പോൾ ഒരുമിച്ച് നിൽക്കണം. അത് കൈപിടിച്ച് വെപ്പിച്ച് നിന്നാലും കുഴപ്പമില്ല, എങ്ങനെയുള്ള ഇഷ്ടം പോലെ. പിന്നെ കളിക്കൂട്ടം കൂടിയാടാം എന്ന് പറയുമ്പോ നിങ്ങൾ ചെറുപ്പത്തിൽ കളിച്ച ഏതെങ്കിലും ഒരു കളി കളിക്കണം. ഏതൊക്കെയാണ്? രംഗപ്പാലും കളികളൊക്കെ അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു കളി പരമാവധി അകലം പാലിച്ചുകൊണ്ട് ഒരു കളി കളിക്കണം. പിന്നെ സ്നേഹം നന്മ പങ്കുവെച്ച് എന്ന് പറയുമ്പോൾ സ്നേഹം പങ്കുവെക്കാൻ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് സ്റ്റേക്കൻഡോ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സാമൂഹിക അകലം പാലിച്ച് അത് ചെയ്യും. അപ്പൊ സ്നേഹം നന്മ പങ്കുവെച്ച് നല്ല നാടിൻ മക്കളാണ് ആ സമയത്ത് ഇഷ്ടമുള്ളത് ചെയ്യും. പിന്നെ ഒരു മനസ്സായി ഒന്ന് ചെയ്യാം. അപ്പൊ ഒറ്റക്കെട്ടായിട്ട് കൈയൊക്കെ പിടിച്ച് നിൽക്കുന്നു, അത് പൊതിപ്പിക്കുന്നില്ല. ഓക്കെ, പിന്നെ അടുത്ത വഴി എന്താ? പൂക്കളായി ചിരികൾ തൂക എന്ന് പറയുമ്പോ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് പൂക്കളെ പോലെ പൂക്കൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് പോലെ നിൽക്കണം. ഇത് കാണിച്ചേ. ഓക്കെ, കിളികളായി പാറി നടക്കുക എന്ന് പറയുമ്പോ കിളികളെ പോലെ ഇങ്ങനെ പാറിയിട്ട് നടക്കണം. ഇങ്ങനെയാണ് കിളികളായി പാറി നടക്കുക എന്ന് പറയുന്നത് ചെയ്യണം. കിളികളെ പോലെ ഇങ്ങോട്ടും ഇങ്ങനെ പാറി നടക്കുക. പിന്നെയും ഒരു മനസ്സായി ഒന്ന് ചേരാന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ പോലെ ടീമിനെ വന്നേക്കണം കേട്ടോ. കിളികൾ പാറി നടക്കുമ്പോൾ എങ്ങനെ നടക്കാം, ഒരു പ്രശ്നമല്ല. പക്ഷെ തിരിച്ച് ഒരു മനസ്സായി ഒന്ന് ചേരാന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ചുറ്റിൽ വന്ന് നിൽക്കണം. അപ്പൊ ഞാൻ പറയുന്നത് പാട്ട് നിങ്ങൾ പാടിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. റെഡി അല്ലേ? കാര്യങ്ങൾ ബോധ്യപ്പെടുന്നല്ലോ. എങ്ങനെ പൂക്കളെ ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു പൂക്കൾ കാണിച്ചേ? പൂക്കളെ ഓക്കെ മാക്സിമം പൊക്കി വെച്ചു, നല്ല പൂക്കളെ കാണുള്ളൂ. അത് വിടർന്ന് വെച്ച് നോക്കിയാക്കാം, രസകരമാക്കാം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണേ. ഒരു മനസ്സായൊന്നു ചേരാം, കളിക്കൂട്ടം കൂടിയാടാം, കളിക്കൂട്ടം കൂടിയാടാം. ഒരേ കളിയിൽ കളിക്കണമെന്നില്ല, പല കളിയിൽ കളിക്കാം. ഒരു മനസ്സായൊന്നു ചേരാം, ഒന്ന് ചേർന്നിട്ടോ. കളിക്കൂട്ടം കൂടിയാടാം, കളിക്കൂട്ടം കൂടിയാടാം. കളിക്കൂട്ടം എന്തെങ്കിലും കളി ഓടിച്ചാടി അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കളിക്കാം. ഒരു മനസ്സായൊന്നു ചേരാം, ഒരു മനസ്സായൊന്നു ചേരാം, കളിക്കൂട്ടം കൂടിയാടാം, കളിക്കൂട്ടം കൂടിയാടാം. ഒരു കളിയില്ല, കളിക്കൂട്ടം കൂടിയാടാം. കളിക്കൂട്ടം കൂടിയാടാൻ ആരും കളിക്കില്ല. ചെറുപ്പത്തിൽ കളിച്ച കളികള് അങ്ങനെ കളി കളിക്കാം. ഓക്കെ, ഒരു മനസ്സായൊന്നു ചേരാം, ഒരു മനസ്സായൊന്നു ചേരാം, കളിക്കൂട്ടം കൂടിയാടാം, കളിക്കൂട്ടം കൂടിയാടാം. സ്നേഹം നന്മ പങ്കുവെച്ച് നല്ല നാടിൻ മക്കളാവാൻ ഒരു മനസ്സായൊന്നു ചേരാം, പൂക്കളായി ചിരികൾ തൂകാം, പൂക്കളായി ചിരികൾ തൂകാം, കിളികളായി പാടി നടക്കാം, കിളികളായി പാടി നടക്കാം. നല്ല നാടിൻ മക്കളാവാൻ ഒരു മനസ്സായൊന്നു ചേരാം. ഓക്കെ, ഇനി വിശിഷ്ട വ്യക്തികളെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, NSS അല്ല, NSS എന്താ പറയാ? NSS കുടുംബാംഗങ്ങളെ എന്ന് പറയും. എന്താ പറയേണ്ടത്? അപ്പൊ അങ്ങനെയാക്കാം. നോക്കാം. വേദിയിലും
സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ NSS കുടുംബാംഗങ്ങളെ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ NSS കുടുംബാംഗങ്ങൾ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ NSS കുടുംബാംഗങ്ങളെ. പറയാൻ പറ്റില്ല, ഞാൻ വിശദീകരിച്ചാൽ നിങ്ങൾ 5 പ്രാവശ്യം പറയാം. പ്രാവശ്യം പറഞ്ഞു. ഇനി ഞാൻ വിളിക്കുന്ന ആള് വന്നിട്ട് ഇവിടുന്ന് മൈക്കിൽ പറയണം, നമ്മളെ ഫോളോ മീ, ഫോളോ മീ, ഫോളോ മീ, നീ അല്ല ഫോളോ മീ അല്ല, ഫോളോ ദ കോഡ്. കയ്യൊക്കെ ഓക്കെ ആണല്ലോ, സാനിറ്റൈസർ അല്ലേ? ഇടത്തെ കയ്യെ മൈക്ക് പിടിക്കാൻ പാടുള്ളൂ, എന്നാലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലത്തെ കൈ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. നല്ല കൈ കൊടുക്കാൻ ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ അടിച്ചാൽ മതി. സ്റ്റാർട്ട്. ഇനി ആ സുന്ദരികളുടെ ഓടി ഓടി നല്ല ഉഷാറാണ്. ഒന്ന് പറഞ്ഞേ, ഇടത്തെ കൈയിലാണ് മൈക്ക് പിടിക്കേണ്ടത്. ഇടത്തൊക്കെ പറയൂല, ശ്രദ്ധിക്കണം കേട്ടോ. ഇടത്തെ കൈ മൈക്ക് പിടിക്കണം, മൈക്ക് അടുത്ത് പിടിക്കണം, എന്നാലേ സൗണ്ട് കൊടുക്കാം. NSS കുടുംബാംഗങ്ങളെ, വേദിയിലും സദസ്സിലിരിക്കുന്ന മൈക്കിന് താഴെ അപ്പൊ നിങ്ങള് ഞാൻ ഓരോന്നും പഠിപ്പിക്കുന്ന സമയത്ത് പഠിച്ചാൽ മാത്രമേ ഇവിടുന്ന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, മൈക്ക് ഏറ്റവും അടുത്തേക്ക് പിടിക്കാം. ഈ ആ മഞ്ഞ പേരറിയാവുന്നതാണ്, സുന്ദരനാണ്, സുന്ദരാണ്. വേദിയിലെ പ്രവർത്തകരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ NSS വേദിയിലെ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ NSS കുഴപ്പമില്ല. നിങ്ങള് നമ്മളെ യൂണിഫോമിക്ക് എല്ലാവർക്കും വേണം. അതുകൊണ്ട് ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രമേ നിങ്ങൾ പറഞ്ഞ് പഠിക്കാവൂ. ഇന്നൊരു പ്രസംഗത്തിന് എന്ത് ഉപയോഗിക്കാം, ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ മുന്നോട്ട് പോകാം. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞത്? വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ NSS കുടുംബാംഗങ്ങളെ. അത് നിർത്തി നിർത്തി പറയണം കേട്ടോ. ഞാൻ ഈ പറയുന്ന സ്റ്റൈലേക്ക് ആയിരിക്കും നിങ്ങൾ പറയുന്നത്. ഒരു വശം ഞാൻ പറയാം. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ NSS കുടുംബാംഗങ്ങളെ. ക്ലിയറാണല്ലോ? വേദിയിലും സദസ്സിലിരിക്കുന്ന എന്റെ ഓക്കെ, ഇവരെ അടുത്തായിട്ട് വിളിക്കാം. നമ്മളെ ഈ ആ വെള്ളക്കുപ്പായക്കാരനെ വിളിക്കാം. യെസ്, ഗുഡ് നൈറ്റ്. ബാസിൽ ഇനി ഞാൻ 5 പ്രാവശ്യം പറഞ്ഞുതരും, അതോടുകൂടി എല്ലാവരും പഠിച്ചോളാം. ഓക്കെ, ശരിയാണല്ലോ?
ഇതുപോലെ പറയണം കേട്ടോ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയ NSS കുടുംബാംഗങ്ങളെ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ. ഈ വിശിഷ്ടം എന്നൊരു അന്തരാശം പറഞ്ഞാൽ നമുക്ക് വിശിഷ്ട 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 വിശിഷ്ട. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയ NSS കുടുംബാംഗങ്ങളെ. 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 ഇനി എല്ലാവരും പറയാലോ. എന്തെല്ലാമാണോ പണി ഞങ്ങളുടെ നാട്ടിലെല്ലാം ഞാറുപാരിയാണോ പണി. ഞാറുപാരി എങ്ങനെ പിന്നെങ്ങനെ പിന്നെങ്ങനെ. ഞാറുപാരി ഇങ്ങനെ പിന്നിങ്ങനെ പിന്നിങ്ങനെ. ഓക്കെ, ഇനി ആരും ചോദിക്കേണ്ടത് വരാം. നിങ്ങൾ ഓക്കെ. നിങ്ങളുടെ നാട്ടിലെല്ലാം എന്തെല്ലാമാണോ പണി ഞങ്ങളുടെ നാട്ടിലെല്ലാം നെല്ലുപൊയ്യാണോ പണി. നെല്ലുപൊയ്യേ എങ്ങനെ പിന്നെങ്ങനെ പിന്നെങ്ങനെ. നെല്ലുപൊയ്യേ ഇങ്ങനെ പിന്നിങ്ങനെ പിന്നിങ്ങനെ. ഓക്കെ, ഗുഡ്. NSS കുടുംബാംഗങ്ങളെ, NSS ക്യാമ്പിനോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. ഈ പരിപാടിയിൽ കേരളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ സംബന്ധിക്കുന്ന വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് തിരക്കിനിടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പരിപാടിക്ക് തുടക്കമാവുകയാണ്. ആദ്യമായി NSS ഗീതം ആലപിക്കാൻ വേണ്ടി പൂജ, ഫാത്തിമ പിത, ബാസിൽ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. One, two, three, start. എല്ലാവരും മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവത്തിൽ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവത്തിൽ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ
കാര്യപരിപാടികൾക്ക് തുടക്കമാവുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു NSS ക്യാപ്റ്റൻ. ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട സാംസ്കാരിക സമ്മേളനമാണ് ചില പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനായി അധ്യക്ഷൻ വഹിക്കുന്നത് അതുപ്പിയാണ്. വിശിഷ്ട വ്യക്തി നമ്മൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയത് നടൻ മോഹൻലാലാണ്. പിന്നെ മുഖ്യ അതിഥി MLA ശശീന്ദ്രൻ ആണ്. അധ്യക്ഷൻ വഹിക്കാനായിട്ട് ആശംസകൾ അർപ്പിക്കാനായിട്ട് രാഹുൽ, ലഹർ, റിയ, സനിയ എന്നിവരാണ്. നന്ദി പറയാനായിട്ട് അൽഫാൻ. ഏവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ വഹിക്കാനായിട്ട് അടുക്കിയെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയ NSS വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ NSS കുടുംബാംഗങ്ങളെ, എനിക്കിവിടെ അധ്യക്ഷ സ്ഥാനം വഹിക്കാനാണ് ചുമതലയുള്ളത്. അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട് ഇനോഗ്രേഷൻ ചെയ്യാനായി നടൻ മോഹൻലാലിനെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇവരെ കാലത്തൊക്കെ ഞാനെന്താ വിശാലിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നിർത്തിയിരിക്കുന്നത് NSSന്റെ ഉദ്ഘാടനം ചെയ്യാനാണ് ഇപ്പം വിളിച്ച്. അപ്പോൾ ഷൂട്ടിങ്ങില് തിരക്കില് പിന്നെ പ്രോഗ്രാം ഓഫീസറെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളായിരുന്നത് മാത്രം ഞാൻ അവിടെ വന്നാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോകാനുണ്ട്. അതിനകത്ത് വിചാരിക്കുന്നത് ദൃശ്യം 3 നിന്റെ അവധിയല്ല എന്റെ അവധ. സ്വാഗതം നൃത്തത്തിലുള്ള കാര്യങ്ങൾ ജാക്കിയുടെ അമ്മയുടെ കാര്യങ്ങൾ എല്ലാവർക്കും അന്ന് നന്ദി. ഞാൻ ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. തിരുമറുകൊണ്ട് ഞാൻ എന്റെ വാക്ക് സംവദിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തികളെ NSS കുടുംബാംഗങ്ങളെ, അപ്പോ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ NSS ക്യാമ്പിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പ്രോഗ്രാം ഓഫീസറെ എനിക്ക് വേണ്ടപ്പെട്ട അതുകൊണ്ട് ഒരു ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിട്ട് ഞാൻ വന്നത്. അപ്പോ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ് എല്ലാവരും ഇറങ്ങുമ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പെരുമാറുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പെരുമാറുകൊണ്ട് ഞാൻ വാക്ക് നിന്റെ തത്തല്ല എന്റെ പറയാനുണ്ടോ? ദൃശ്യം 3 അടുത്ത സിനിമയുടെ പേരിപ്പോ പുറത്ത് പറയുന്ന ഡയറക്ടർ പറഞ്ഞു. സമയമാകുമ്പോ ഡയറക്ടർ പറഞ്ഞു ദൃശ്യത്തിലെ വെക്കാൻ ഞാൻ പറയേണ്ടത് പറഞ്ഞാൽ നോക്കാം. ഞാൻ സമയമില്ല എത്രയും പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വർക്കുകൾ അവസാനിപ്പിക്കുന്നു. മുഖ്യ അതിഥിയായി നമ്മളെ സ്ഥല MLA ശശീന്ദ്രനെ ക്ഷണിച്ചു.
പരിപാടി വളരെ വളരെ ഉദ്ഘാടനം ചെയ്യും. അത് ഉദ്ഘാടനം ആശംസകൾ അർപ്പിക്കുന്നതായിരുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി ജാസിലിനെ ക്ഷണിച്ചു. വേദിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ എല്ലാവർക്കും എൻ്റെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ NSS കുടുംബാംഗങ്ങളെ, ഞാനിവിടെ ആശംസ അർപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങുന്നു. ആശംസകൾ അർപ്പിക്കാൻ ലഹലിനെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ NSS കുടുംബാംഗങ്ങളെ, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ പ്രിയയെ ആശംസകൾ അർപ്പിക്കാൻ സനിയെ ക്ഷണിച്ചു. നമ്മുടെ പരിപാടിക്ക് നന്ദി അർപ്പിക്കാനായി അൽഫാനെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കുടുംബാംഗങ്ങളെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രമുഖ വ്യക്തികൾക്കും NSS കുടുംബാംഗങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തത് വേദി കലാപരിപാടിക്ക് വേണ്ടി വിട്ടു. രണ്ടാളും എന്തായാലും എടുത്തോ, ഗ്രൂപ്പിലിടാം. കവിത പറയാനായി പൂജയും ദേവിയും ക്ഷണിച്ചു. ഇത് ആലോചിക്കാൻ ചെണ്ടമേളത്തിനായി അമലിനെ ക്ഷണിച്ചു.
മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് നീ തിരുക്കും നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനെ ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് നീ തിരുക്കും നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനെ ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. പരിപാടി അവസാനിച്ചതായിട്ടാണ് അപ്പൊ ഇന്നത്തെ ഈ സെഷൻ അതിനുശേഷം താങ്ക് യു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ NSSന്റെ പ്രോഗ്രാം ഓഫീസറായിരുന്നു ഒരുപാട് നടത്തിയാണ്. മാഷ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്ന് നിങ്ങളുടെ എനർജി കണ്ടാൽ ഞാൻ ഇപ്പോൾ ടയർഡായി നിൽക്കുന്ന സമയത്തും ഓൾ ഓഫ് യു ആർ ഫീലിംഗ് വെരി ലൈവാണ്. പിന്നെ മാഷി മൈക്ക് നിങ്ങളുടെ സ്റ്റേജ് ഫ്ലൈറ്റ് ആണ്. കുട്ടികൾ പറഞ്ഞു പിന്നെ വളരെ സന്തോഷമായി ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചു എന്നൊക്കെ. നിങ്ങളെ 7 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞാൽ നിങ്ങൾ മൈക്ക് വിടില്ല. ആദ്യത്തെ ദിവസം കുട്ടികൾ കരയും, അമ്മേനെ അച്ഛനെ മാറി നിൽക്കുന്നത്. പിന്നീട് ഇങ്ങനെ മാറി മാറി 7ാം ദിവസം വീട്ടിൽ പോകാൻ പഠിക്കുന്നുള്ളതാണ്. ഞാൻ ഒരുപാട് ക്യാമ്പുകൾ നടത്തിയ ആളാണ്, പിന്നെ അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പോൾ വളരെ മാറ്റം നമ്മുടെ സ്കൂളിൽ NSS കിട്ടിയത് മഹാഭാഗ്യമാണ്. ഈ മാസം അല്ലെങ്കിൽ വേറെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കഴിഞ്ഞാണ്. അതിന്റെ മുന്നിൽ നിന്ന പ്രേമൻ സാറുണ്ട്, കുഞ്ഞമ്മ സാറ് കോഴിക്കോട് നഗരത്തിൽ ലക്ഷക്കണക്കിന് ആളുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടാൽ ഇദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് മാത്രമേ പോകാറുള്ളൂ. അത്രയും നല്ലൊരു ബന്ധമുള്ള പക്ഷിയാണ്. മാഷ് വളരെ കെയർഫുള്ളായിട്ട് എന്നോട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മൈക്ക് ഞാൻ ആദ്യം മൈക്ക് പിടിക്കാത്ത ആളായിരുന്നു. ഇപ്പൊ ഞാൻ 3 ദിവസം തുടർച്ചയായിട്ട് 4 ദിവസമൊക്കെ ഞാൻ അനൗൺസ് ചെയ്യാറുണ്ട്. ഈ യൂത്ത് ഫെസ്റ്റിവൽ, ജില്ലാ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഇത് കണ്ടാൽ ഞാൻ ആ ഭാഗത്തിൽ നിങ്ങളെ പോലെ നിങ്ങളെക്കാട്ടും വളരെ പുറകിലായിരുന്നു. ഗാന്ധിജി ആദ്യമായിട്ട് കോടതി പോയിട്ട് കരഞ്ഞു പോയ രംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യ എടുത്ത് വായിച്ചു നോക്കാം. അങ്ങനെയാണ് മഹാന്മാരൊക്കെ വളരെ ഫ്ലൈറ്റൊക്കെയുള്ള ആളായി. ഏതായാലും നല്ലൊരു തുടക്കം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ തിരക്ക് ഇപ്പൊ പോകേണ്ട ആളാണ്, മുതൽക്ക് വേറെ സ്ഥലത്തൊക്കെ ആളാണ്. അതിനിടയിൽ സ്ലോട്ട് കണ്ടെത്തി ഇവിടെ എത്തി നമ്മോട് സഹായിച്ചതിന് കുഞ്ഞമ്മ സാറിന് ഞാൻ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇനിയും നമുക്കെന്തെല്ലാം പരിപാടി ശേഷം നമുക്കത് ഭംഗിയാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം, ഒരു സാറ് പറഞ്ഞു നിങ്ങളെല്ലാവരും ഒരേ സീറ്റോട്ടെ തുടക്കത്തിലായതുകൊണ്ടാണ് അങ്ങനെ വേദിയിലും സദസ്സിൽ ഇരിക്കുന്ന ഇവിടെ നിങ്ങൾക്ക് അറിയാം, ക്രിയേറ്റീവായിട്ട് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. വേദിയിൽ ഭാഷ നേരുള്ളൂ. അപ്പോൾ കുഞ്ഞമ്മ സാറിന് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തി കുഞ്ഞമ്മ സാറിന് മാത്രം പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട അതുപോലെ നിങ്ങൾ ഓരോ സിറ്റുവേഷനും ക്രിയേറ്റീവായിട്ട് അത് തുടക്കത്തിലാണ്. ബാക്കി നിങ്ങൾ പ്രഗത്ഭരാകുന്ന ഉറപ്പാണ്. കോൺഗ്രസ് പ്രിയമുള്ള വിദ്യാർത്ഥികൾ, നമുക്കറിയാം നിങ്ങളിവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്കൂളിലെത്തി അദ്ദേഹം നമ്മുടെ വിശിഷ്ട അതിഥി കുഞ്ഞമ്മ സാർ 8:45 വരെ നമ്മുടെ സ്കൂളിലെത്തി. 9 മണിക്ക് പരിപാടി തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ 6:45 നമ്മുടെ വിദ്യാർത്ഥികൾ 9 മണി 9:04 9:00 ഇതിനകത്താണ് എത്തിയത്. അത് തന്നെ സാർ എത്രത്തോളം പ്രാധാന്യം ഈ പരിപാടിക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി. രണ്ടാമത് ഈ 1ാം സെഷനിൽ ഞാൻ ഇരുന്നു. ആ സമയത്ത് നിങ്ങളെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന സഭാകമ്പമോ ഒരു സ്റ്റേജ് ഫൈറ്റ് എന്ന് പറയുന്ന വേദിയിലോട്ട് വരാനുള്ള ഭയമോ ഒന്നും ഇപ്പൊ അവസാന സെഷൻ ആയപ്പോൾ നിങ്ങൾക്കില്ല. അത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് കാണുന്നത്. മോഹൻലാലായിട്ടോ അല്ലെങ്കിൽ ചെണ്ട കൊട്ടാനാണെങ്കിലും ലഭ്യമായ സൗകര്യത്തിൽ നിന്ന് എങ്ങനെ ശോഭിക്കാം എന്നുള്ള ആ ഒരു സ്കില്ല് നിങ്ങൾ അക്യൂറി എന്റെ തെളിവാണ് ഇപ്പൊ കണ്ടത്. ഈ പരിപാടിയിൽ വളരെ തിരക്കുകൾക്കിടയിലും നമ്മളോട് കൂടെ വന്നിരുന്ന നമ്മുടെ സ്കൂളിലെ പൂർവ്വ അധ്യാപകൻ കൂടിയായിട്ടുള്ള കുഞ്ഞമ്മ സാറിന് പുതിയാപ്പ NSS യൂണിറ്റിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞാൽ തീരാവുന്നതല്ല സാർ നമുക്ക് തന്ന ഈ സേവനം. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളിൽ ഒരാൾ വന്നിട്ട് നന്ദി പറയുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല പക്ഷേ ഞാൻ ഒരാളെ വിളിക്കുകയാണ്. കുമാർ വരൂ.
My name is Dev Kumar. Hello friends. My father's son, I belongs to Punjab. My caste is S.C. Ramdasian, belongs to Punjab religion. So friends, my father works in here, chappals, chappals, chirpan here. Chirpan, adine work evidekku jodi cheyum. The friends, ഞാന്റെ അച്ഛൻ എവിടേക്ക് ജോലി ചെയ്യണം എന്റെ കമ്പനിയിൽ ഒരു ചെറിയ വർക്കറാ നമ്മൾക്ക് എവിടെയൊക്കെ പാവപ്പെട്ട വീടായിരുന്നു. Thank you sir, just give me chance and all of you thanks. Okay, good. ഈ സെഷനോട് വൈകിപ്പിക്കുകയാണ്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് NSS ആണ്, നാഷണൽ സർവീസ് സ്കീമാണ്. അപ്പോൾ സാറ് ഒരുപാട് തിരക്കുണ്ടാവും. സ്കൂൾ പഠിപ്പിക്കാനും സ്കൂളിലെ പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രിൻസിപ്പൾ മാത്രമേ ഉള്ളൂ. പ്രിൻസിപ്പളിനെ സഹായിക്കാൻ സപ്പോർട്ടിംഗ് സ്റ്റാഫൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ റഷീദ് സാറാണ് പ്രിൻസിപ്പൾ. അദ്ദേഹത്തെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ, നിങ്ങളെ പഠിപ്പിക്കാനുള്ള അങ്ങനെ 100 പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കും നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ നടക്കുന്നത്. അപ്പോൾ ഈ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു കോർഡിനേഷൻ മാത്രമാണ് ആര് ചെയ്യേണ്ടതുള്ളൂ? സാറ് ചെയ്യേണ്ടതുള്ളൂ. പ്രവർത്തനങ്ങൾ ആരാണ് നടത്തേണ്ടത്? നിങ്ങൾ തന്നെ അത് പരിപാടി കണ്ടക്ട് ചെയ്യുന്നു, അത് നടത്തുന്നു, അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. സാറിന് അതിന്റെ സഹായം മാത്രം നിങ്ങൾ തേടുന്നു. എന്നിട്ട് 2 വർഷത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് ഡയറി ഒക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടോ? ഡയറി എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരു നോട്ട് ബുക്ക് മേടിക്കുക. ഒരു 50 പേജിന്റെ 40 പേജിന്റെ രംഗമാണ്. ഒരു നോട്ട് ബുക്ക് വാങ്ങിച്ചിട്ട് ആ നോട്ട് ബുക്കിൽ ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ എഴുതുക. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറി തന്നെ കിട്ടും. NSSന്റെ ഡയറി നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടുന്ന സമയത്ത് അതിൽ ഇത് പകർത്തി എഴുതും. അപ്പൊ ഇന്ന് നടന്ന പരിപാടി, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പരിപാടി നടന്നിട്ടുണ്ടല്ലോ, ഞാൻ മറ്റു ദിവസം ഉണ്ടായിരുന്നു, അഭിലാഷൻ സാറിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ പരിപാടി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോകുന്ന പരിപാടി, ഇതൊക്കെ എഴുതി വെച്ച് ഡോക്യുമെന്റ് ആയിട്ട് മാറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങളെ പരിശോധിക്കാൻ ആള് വരുമ്പോ നിങ്ങളുടെ ഡയറി നോക്കും. അപ്പം എന്തെങ്കിലും തട്ടിക്കൂട്ട് എഴുതിയിട്ടൊന്നും കാര്യമില്ല. നടന്ന പരിപാടികൾ കൃത്യമായിട്ട് എഴുതി വെച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ള കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഓരോ പ്രാവശ്യം നടക്കുന്ന പരിപാടി എല്ലാം എഴുതി വെക്കുക. അത് സ്കൂളിലായാലും പുറത്തായാലും ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ണൂര് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് ഞാനൊരു സ്ട്രെസ് മാനേജ്മെന്റ് എന്ന ക്ലാസ് എടുത്തു. അവര് വെർച്വൽ ആയിരുന്നു ക്യാമ്പ്. 7 ദിവസത്തെ ക്യാമ്പ് വെർച്വൽ ആയിട്ടാണ് അവർ നടത്തിയത്. ഓൺലൈൻ ക്യാമ്പാണ്. അപ്പൊ അതിലാണ് ഒരു ദിവസം 1 മണിക്കൂർ ഞാൻ ക്ലാസ് എടുത്തത്. ഇതുപോലെ വെർച്വൽ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. വീട്ടിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തനം ചെയ്ത് അതിന്റെ ഫോട്ടോ എടുത്ത് സാറിന് അയച്ചു കൊടുക്കുക. അപ്പൊ എന്താണോ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തി വെക്കണം. എങ്കിലേ നിങ്ങൾക്ക് മാർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ടു ഏറ്റവും ബെസ്റ്റ് വളണ്ടിയർ അവാർഡൊക്കെ ഉണ്ട്. സാറിന് അവാർഡ് കിട്ടും, സ്കൂളിന് അവാർഡ് കിട്ടും, ഏറ്റവും നല്ല വളണ്ടിയർക്ക് അവാർഡ് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവാർഡൊക്കെ മേടിക്കുന്ന, വളരെ ശ്രദ്ധ നേടുന്ന ഒരു സെന്റർ ആയിട്ട്, ഒരു യൂണിറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാനുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും, ഈ അധ്യാപകർക്കും, റഷീദ് സാറിനും പിന്നെ ഷാദ് സാറിനും പ്രോഗ്രാംസർക്കും എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചായിട്ടായിരിക്കുന്നു. താങ്ക് യു. ഇനി അടുത്ത നിർദ്ദേശം സാറ് പറയും.